ക്രിയേറ്റിംഗ് ആൻഡ് ഇൻക്ലൂസീവ് സ്കൂളിലെ യൂണിറ്റ് 3 ചാപ്റ്റർ 14 ഫോസ്റ്ററിംഗ് ഇൻക്ലൂഷൻ ഇൻ എഡ്യൂക്കേഷൻ. സോ ക്രിയേറ്റിംഗ് ഇൻക്ലൂസീവ് സ്കൂൾസിലെ ഇഷ്യൂസ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മുടെ ഈ ഇൻക്ലൂസീവ് സ്കൂൾസ് ഉണ്ടാക്കണം എന്നുള്ള പോളിസിയും പ്രാക്ടീസും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, എസ്പെഷ്യലി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, ഈവൻ തോ അതൊരു ഗവൺമെൻറ് പ്രയോറിറ്റി ആണെങ്കിൽ പോലും. അപ്പോൾ അതിലെ ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് സ്കിൽ ഓഫ് ടീച്ചേഴ്സാണ്. അപ്പോൾ പല ടീച്ചേഴ്സിനും ഇതിനാവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽസും കോമ്പിറ്റൻസീസും ഇല്ല. അപ്പം നമുക്ക് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. 70% ഓഫ് ടീച്ചേഴ്സിനും സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ട്രെയിനിങ് ഇല്ല, അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല വിത്ത് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. 87% ഓഫ് ടീച്ചേഴ്സിനും സപ്പോർട്ട് സർവീസസ് ഒന്നും കിട്ടുന്നില്ല, ദേ ഡോ നോട്ട് ഹാവ് എനി ആക്സസ്. പിന്നെ ടീച്ചേഴ്സിന് ലോ അല്ലെങ്കിൽ ലിമിറ്റഡ് കോമ്പിറ്റൻസ് ആണുള്ളത് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ. പിന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസും സ്കിൽ ലെവൽസിലില്ല ബിറ്റ്വീൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ടീച്ചേഴ്സ്. പിന്നെ ടീച്ചേഴ്സും ഇൻഎഫിഷ്യൻ്റ് ആണ് ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതിലും ഡെവലപ്പ് ചെയ്യുന്നതിലും. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം സ്കിൽസ് ഓഫ് ടീച്ചേഴ്സ് ആണ്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇൻക്ലൂഷൻ ആൻഡ് ഡിസബിലിറ്റി. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. ടീച്ചേഴ്സ്, പാരൻസ്, പിയേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പോളിസി പ്ലാനേഴ്സ് എല്ലാവരുടെ അടുത്തും വേണം. പക്ഷേ എല്ലാവർക്കും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും ഉണ്ട്. അപ്പം നെഗറ്റീവായിട്ടുള്ള പെർസെപ്ഷൻസ് അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ നമുക്ക് ഇതിനെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ ആക്കും. അപ്പോൾ ടീച്ചേഴ്സും ഇൻക്ലൂഷനെ ഇൻ തിയറി ആൻഡ് പ്രാക്ടിക്കൽ രണ്ടിലും എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഒരിക്കലും ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻക്ലൂഷനോട് വെക്കാൻ പറ്റില്ല, എസ്പെഷ്യലി ഇൻ മെയിൻ സ്ട്രീം സെറ്റിങ്സ്. അപ്പോൾ ടീച്ചേഴ്സ് ലെസ് പോസിറ്റീവ് ആണ് അബൌട്ട് ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ് കമ്പയർഡ് ടു സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവർ കുറച്ചും കൂടെ ലെസ് പോസിറ്റീവാണ്. ഇപ്പോൾ ഇൻക്ലൂഷൻ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ വിത്ത് സോഷ്യൽ ഇമോഷണൽ ബിഹേവിയറൽ ഡിഫിക്കൽട്ടീസ് SEBD ഒക്കെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ചില ടീച്ചേഴ്സ് വിചാരിക്കുന്നത് തന്നെ ഇൻക്ലൂഷൻ ഒരു ബേർഡൻ ആണ്, അവർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ പഠിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഈ ഇൻക്ലൂസീവ് പ്രാക്ടീസസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി ലാക്ക് ഓഫ് അവയർനെസ് അബൌട്ട് ഡിസബിലിറ്റീസ് ആണ് മൂന്നാമത്തെ ഒരു കാര്യം. ജനറൽ ടീച്ചേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ബേസിക് അവയർനെസ്സോ അണ്ടർസ്റ്റാൻഡിങ്ങോ ഇല്ല അബൌട്ട് ദി ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ബിലീഫ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് rather than സയൻറ്റിഫിക് നോളജ്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, ലേബലിംഗ്, സ്പെഷ്യൽ നീഡ്സ്, അഡാപ്റ്റേഷൻ ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് നോളജ് ഇല്ല. നാലാമത്തേതാണ് ഇംപ്രോപ്പർ കരിക്കുലം അഡാപ്റ്റേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് കരിക്കുലം മോഡിഫിക്കേഷൻസ് വേണം വിച്ച് ഈസ് സ്യൂട്ടഡ് ഫോർ ദി ഡൈവേഴ്സ് ലേണർ നീഡ്സ്. പക്ഷേ ഈ ലാക്ക് ഓഫ് പ്രോപ്പർ അഡാപ്റ്റേഷൻ കൊണ്ട് പലപ്പോഴും ഡിഫിക്കൽട്ടി ഉണ്ട്, കാരണം ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഫോർ ദ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. അഞ്ചാമത്തതാണ് സ്കൂൾ എൻവയോൺമെൻറ്റ്, ഫിസിക്കൽ ആക്സസ് ഇഷ്യൂസ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ അക്കോമഡേഷൻ വേണം. പല സ്കൂൾസിനും അതില്ല. ബേസിക് ഫെസിലിറ്റീസ് ആയിട്ടുള്ള റാംസ്, അക്സസിബിലിറ്റി ഫീച്ചേഴ്സ്, ഡയറക്ഷണൽ ക്യൂസ് എല്ലാം ആബ്സെൻ്റ് ആണ്. ലാക്ക് ഓഫ് അക്സസിബിലിറ്റിയും എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റിക്ക് ഫുള്ളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആറാമത്തെയാണ് സപ്പോർട്ട് സർവീസസ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് സ്ട്രോങ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സപ്പോർട്ട് സർവീസസ് വേണം. ഇപ്പോഴത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന സപ്പോർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത് വളരെ വിരളമാണ്, അതുപോലെ തന്നെ അത് ഇൻഎഡ്യൂക്കേറ്റ് ആണ് ഇൻ മോസ്റ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ലാക്ക് ഓഫ് സപ്പോർട്ട് സർവീസസും ഈ എഫക്റ്റീവ്നെസ് ഓഫ് ഇൻക്ലൂഷനെ ബാധിക്കുന്നുണ്ട്. ഫാമിലി കൊളാബറേഷൻ, ഫാമിലിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഫാമിലീസിനാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഫോർ ചിൽഡ്രൻ. അപ്പോൾ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആവണമെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റും മോട്ടിവേഷനും ഫാമിലിയുടെ ഭാഗത്തു നിന്നും വേണം. എട്ടാമത്തത് ഇൻസഫിഷ്യൻറ്റ് പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ. ഇപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ തന്നെ ഈ ടീച്ചേഴ്സിനെ ഈ ഇൻക്ലൂഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു മോഡിഫിക്കേഷനും ഇംപ്രൂവ്മെൻറ്റും ട്രെയിനിങ് പ്രോഗ്രാംസിലും വേണം. ഇപ്പോൾ സ്പെഷ്യൽ ടീച്ചർ എഡ്യൂക്കേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് RCI ആണ്, വൈൽ ദ ജനറൽ ടീച്ചർ എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്യുന്നത് NCTE ആണ്. അപ്പോൾ ലാക്ക് ഓഫ് കോർഡിനേഷൻ ഉണ്ട് ബിറ്റ്വീൻ ദീസ് ടു ബോഡീസ്, അതും ഈ ക്വാളിറ്റി ഓഫ് ഇൻക്ലൂസീവ് ടീച്ചിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ കൊളാബറേഷൻ വേണം ടു പ്രൊഡ്യൂസ് സ്കിൽഡ് ടീച്ചേഴ്സ് ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇനി നെഗറ്റീവ് സെൽഫ് പെർസെപ്ഷൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരെക്കുറിച്ചുള്ള സെൽഫ് പെർസെപ്ഷൻ, അവർക്ക് എപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരു സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ പിയർ ഗ്രൂപ്പ്, ടീച്ചേഴ്സ് ആൻഡ് സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ബിലീഫ്സിനെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ട്രൂ ഇൻക്ലൂഷൻ പോസിബിൾ ആയിരിക്കില്ല. അടുത്തത് ICT അവൈലബിലിറ്റി ആൻഡ് കോമ്പിറ്റൻസ്. അപ്പോൾ ICTക്കും ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. അസിസ്റ്റീവ് ആൻഡ് ICT ബേസ്ഡ് ടൂൾസൊക്കെ ഈ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ICT ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ മീൻസ് എളുപ്പമാക്കാനും ആക്സലറേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവൈലബിലിറ്റി ഉണ്ട് ICTയുടെ നമ്മൾ ഉറപ്പാക്കണം ടു ഡെവലപ്പ് കോമ്പിറ്റൻസീസ് എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്.
അടുത്തത് ഇംപ്രോപ്പർ പോളിസി പ്ലാനിങ് ആൻഡ് വീക്ക് ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പോൾ പോളിസീസ് ഒക്കെ യൂണിവേഴ്സൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും പ്ലാനിങ് പലപ്പോഴും അത്ര പോരാ. ലാക്ക് ഓഫ് പ്രോപ്പർ മോണിറ്ററിങ്ങും ഇവാലുവേഷൻ മെക്കാനിസംസും ഉണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ ഈ ഇംപ്ലിമെൻറ്റേഷൻ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ വീക്ക് എക്സിക്യൂഷൻ പലപ്പോഴും പോളിസിയും ആക്ച്വൽ പ്രാക്ടീസും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അറ്റ് ഓൾ ലെവൽസ്. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരു റിലക്റ്റൻസ് ഉണ്ട്, ഒരു മടിയുണ്ട് ടു സ്പെൻഡ് ലാർജ് റിസോഴ്സസ്. അങ്ങനെയുള്ള ഈ എക്കണോമിക് ലിമിറ്റേഷൻസും ഒരു മേജർ ബാരിയർ ആണ്. പിന്നെ കോമൺ ഫീച്ചേഴ്സ് ഫോർ സക്സസ്ഫുൾ ഇൻക്ലൂഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ഏകദേശം 12 ബാരിയേഴ്സോളം കണ്ടു. ഇനി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓൾ സ്റ്റുഡൻസ് റിഗാർഡ്ലെസ് ഓഫ് ഡിസബിലിറ്റി, എന്ത് ഡിസബിലിറ്റി ആണെങ്കിലും അവർ ജനറൽ എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ദ ക്ലാസ് റൂം വിത്ത് സപ്പോർട്ട് അവർക്ക് ഫസ്റ്റ് ആൻഡ് പ്രിഫേർഡ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കണം. പിന്നെ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോമൺ ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സക്സസ്ഫുൾ ഇൻക്ലൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ പലപ്പോഴും എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ കൊളാബറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്സ്. ഇപ്പോൾ കൊളാബറേഷൻ വേണം എമംഗ് എഡ്യൂക്കേറ്റേഴ്സ്, പാരൻസ്, സ്റ്റുഡൻസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അത് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻക്ലൂഷന് വളരെയധികം പ്രാധാന്യമാണ്. അതിലൂടെ നമുക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ്, കോപ്പറേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് ഒക്കെ കിട്ടും. ഒരു ടീം അപ്രോച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഡൈവേഴ്സ് ലേണർ നീഡ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സക്സസ്ഫുൾ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന പദ്ധതി സക്സസ്ഫുൾ ആയിട്ട് നടത്തുക. അതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ കൊളാബറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ് ആണ് ഫസ്റ്റ് ക്വാളിറ്റി. സെക്കൻഡ് ക്വാളിറ്റിയാണ് പോസിറ്റീവ് സ്കൂൾ കൾച്ചർ. ഇപ്പോൾ ഇൻക്ലൂസീവ് സ്കൂൾസ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, അക്സെപ്റ്റിംഗ് ആയിട്ടുള്ള, ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആയിരിക്കണം. ഇവിടെ ഡൈവേഴ്സിറ്റിയെ വാല്യൂ ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം. നമ്മൾ ഉറപ്പാക്കേണ്ട കാര്യം എവറി സ്റ്റുഡൻറ്റ് ഫീൽസ് ഇൻക്ലൂഡഡ് എന്നുള്ളതാണ്. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് റെസ്പെക്ട് ഫോർ ഡിഫറൻസസ് അവിടെ എൻകറേജ് ചെയ്യണം. സ്റ്റീരിയോ ടൈപ്സ് ആൻഡ് പ്രിജുഡീസസ്, മുൻവിധികളൊക്കെ റെഡ്യൂസ് ചെയ്യണം. അടുത്തതാണ് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്, UDL. ഇതും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. UDL എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെൻറ്റേഷൻ, എൻഗേജ്മെൻറ്റ് ആൻഡ് എക്സ്പ്രഷൻ കൊടുക്കുക. ഇവിടെ ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ആൻഡ് എബിലിറ്റീസിനെ അക്കോമഡേറ്റ് ചെയ്യുക. വേരി ടീച്ചിങ് മെത്തേഡ്സ്, മെറ്റീരിയൽസ് ആൻഡ് അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക. ഉറപ്പാക്കുക ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് അസസ് ടു ലേണിംഗ് ഫോർ ഓൾ സ്റ്റുഡൻസ്. നാലാമത്തേതാണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഇതും 2 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. ടീച്ചിങ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ് ഓഫ് ദ സ്റ്റുഡൻസിന് മീറ്റ് ചെയ്യാൻ വേണ്ടി അഡാപ്റ്റ് ചെയ്യണം. മോഡിഫൈങ് ടീച്ചിങ് സ്ട്രാറ്റജീസ് വേണം. അതുപോലെ തന്നെ അഡീഷണൽ സപ്പോർട്ട് കൊടുക്കണം. അസിസ്റ്റീവ് ടൂൾസും ഫ്ലെക്സിബിൾ മെത്തേഡ്സും യൂസ് ചെയ്യണം. എല്ലാ ലേണേഴ്സിനും അവരുടെ എബിലിറ്റീസ് കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ട്. ഇൻക്ലൂസീവ് സ്കൂൾസ് എല്ലാ ഇൻഡിവിജ്വലിനും അവരുടെ നീഡ്സ് അനുസരിച്ചുള്ള സപ്പോർട്ട് കൊടുക്കണം. സ്പെഷ്യലൈസ്ഡ് ഇൻ്റർവെൻഷൻസ്, അക്കോമഡേഷൻസ്, മോഡിഫിക്കേഷൻസ് കൊടുക്കണം. ലേണിംഗ് ബിഹേവിയറൽ ആൻഡ് ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ സ്റ്റുഡൻസിനൊക്കെ അഡ്രസ്സ് ചെയ്യണം. കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ്. ഒരു ടീം ബേസ്ഡ് പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് വേണം. എന്തൊക്കെയാണ് ഇൻഡിവിജ്വൽ നീഡ്സ് അതനുസരിച്ചിട്ടുള്ള ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻസ് വേണം. കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. സ്ട്രാറ്റജീസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ഫോർ പ്രോഗ്രസ്. അടുത്തത് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. കണ്ടിന്യൂസ് ട്രെയിനിങ് സ്കിൽസ് ഇൻക്ലൂസീവ് പ്രാക്ടീസസിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ എനാബിൾ us to understand the diverse learner needs and effective strategies. Appropriate resources, methods and technologies യൂസ് ചെയ്യാൻ പറ്റും. ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്. സ്കൂൾ ആക്റ്റീവായിട്ട് ഫാമിലിയും കമ്മ്യൂണിറ്റിയും ഈ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കണം. പാരൻ്റൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഫീഡ്ബാക്ക് എൻകറേജ് ചെയ്യണം. കൊളാബറേഷൻ വിത്ത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസും വേണം. അസസിബിൾ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ബാരിയർ ഫ്രീ ആയിട്ടുള്ള അസസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതിൽ വേണ്ടത് റാംസ്, എലവേറ്റേഴ്സ്, മോഡിഫൈഡ് ഫർണിച്ചർ, വിഷ്വൽ എയ്ഡ്സ് ഒക്കെ വേണം. നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് വേണം ഫിസിക്കൽ സെൻസറി ഡിസബിലിറ്റീസ് അനുസരിച്ച്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. സ്കൂൾ റെഗുലറായിട്ട് ഇഫക്റ്റീവ്നെസ് ഓഫ് ഇൻക്ലൂസീവ് പ്രാക്ടീസസിനെ ആക്സസ് ചെയ്യണം. ഡാറ്റ ആൻഡ് ഫീഡ്ബാക്ക് ഒക്കെ നോക്കി എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ, ഹൗ ടു ഇംപ്രൂവ് ദ സ്ട്രാറ്റജി നോക്കണം. ആൻഡ് ഷുഡ് ഫോക്കസ് ഓൺ ദ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഫോർ ഇൻക്ലൂഷൻ എഫേർട്സ്. സക്സസ്ഫുൾ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആൻഡ് ഇവോൾവിംഗ് പ്രോസസ് ആണ്. സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് നീഡ്സ് ഓഫ് ദ ലേണേഴ്സിനെയും സ്കൂൾ കോണ്ടെക്സ്റ്റിനെയും ബേസ് ചെയ്തിട്ടായിരിക്കണം. ഇൻക്ലൂഷൻ അച്ചീവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ ഫീച്ചേഴ്സൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. Chapter 15 Creating an Inclusive and Supportive Learning Environment. Characteristics of Cultural and Gender Inclusion. ഇതും അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടിരുന്നു. കൾച്ചർ, ജെൻഡറിങ് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. എന്താണ് കൾച്ചറൽ ഇൻക്ലൂഷൻ? കൾച്ചറലി ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് ദ ഡൈവേഴ്സിറ്റി എമംഗ് സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ് to enrich learning experiences and develop interpersonal and intercultural skills. Intercultural skills develop ചെയ്യുക, ലേണിംഗ് എക്സ്പീരിയൻസിനെ എൻറിച്ച് ചെയ്യുക, ഡൈവേഴ്സിറ്റി എമംഗ് സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ് റെക്കഗ്നൈസ് ചെയ്യുക. ഇത്രയുമാണ് ഒരു കൾച്ചറലി ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
റെസ്പെക്റ്റും അക്സെപ്റ്റൻസും എല്ലാവരെയും സ്വീകരിക്കുക ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് റിഗാർഡ്ലെസ് ഓഫ് ഏജ്, ജെൻഡർ, എത്തിനിസിറ്റി, റിലീജിയൻ, സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ്, സെക്ഷൽ ഓറിയൻറ്റേഷൻ ഓർ ബിലീഫ്സ്. അവർ തമ്മിലൊരു ഇൻട്രാക്ഷനും പാർട്ടിസിപ്പേഷനും എൻകറേജ് ചെയ്യാം. ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന സ്ട്രാറ്റജീസ് ആണ് നോക്കുന്നത്. ഒന്ന്, പോസിറ്റീവ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റുഡൻസ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ സിസ്റ്റം സച്ച് ആസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ്, ഐസ് ബ്രേക്കറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കുക. നെയിം ആൻഡ് ഐഡൻറ്റിറ്റി ആക്ടിവിറ്റീസ് സച്ച് ആസ് ഷെയറിംഗ് ദ ഒറിജിൻ ആൻഡ് മീനിങ് ഓഫ് നെയിം ഒക്കെ ആണെങ്കിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, ഡിഫറൻസസ് ഉണ്ട്, ഇൻ ഹൗ ദേ എക്സ്പ്രസ് ദെയർ ഐഡൻറ്റിറ്റി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡയലോഗ് എൻകറേജ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക കുട്ടികൾക്ക് അവരുടെ കൾച്ചറൽ എക്സ്പീരിയൻസും പെർസ്പെക്റ്റീവ്സും ഒക്കെ ഷെയർ ചെയ്യാൻ, അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും, സ്റ്റീരിയോ ടൈപ്സിനെ റിഡ്യൂസ് ചെയ്യാനും. പിന്നെ ടെക്നോളജി യൂസ് ചെയ്യാം. ICT ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഇലക്ട്രോണിക് ബുള്ളറ്റിൻ ബോർഡ്സ്, മെയിലിംഗ് ലിസ്റ്റ്, ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ ഇൻട്രാക്ഷൻ കൂടുതൽ കൂട്ടാനായിട്ട്. പിന്നെ ടീച്ചിങ് അപ്രോച്ച് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഷെയർ ചെയ്യുക. ഇപ്പോൾ ബിഗിനിങ്ങിൽ കുട്ടികളോട് പറയാം എന്തൊക്കെ ടീച്ചിങ് മെത്തേഡ്സ് ആണ്, എക്സ്പെക്റ്റേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഷെയർ ചെയ്യുക. ക്രോസ് കൾച്ചറൽ എക്സ്പീരിയൻസസിലൂടെ ട്രസ്റ്റും ഓപ്പൺനെസ്സും ബിൽഡ് ചെയ്യുക. റെസ്പെക്ട് ഫോർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ദാറ്റ് teacher value the cultural differences and you should reflect upon your own beliefs and assumptions. ഇപ്പോൾ ഒരു റെസ്പെക്ട്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യണം. എൻകറേജിങ് ഇൻഫോർമൽ ഇൻട്രാക്ഷൻ. ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം ക്ലാസ്സിന് മുമ്പും ക്ലാസ്സിന് ശേഷമൊക്കെ കുട്ടികൾക്ക് ഇൻഫോർമൽ ആയിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ. അതൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാനും ഇൻഡിവിജ്വൽ യുണീക്നെസ് മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യും. ഓരോ സ്റ്റുഡൻറ്റിനെയും ഇൻഡിവിജ്വലി മനസ്സിലാക്കണം. ഇപ്പോൾ ലാർജ് ക്ലാസ്സിലാകുമ്പോൾ നെയിം ബേസ്ഡ് ആക്ടിവിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാം. പോസിറ്റീവ് ആയിട്ടുള്ള നോൺ വെർബൽ ബിഹേവിയർ, ഐ കോണ്ടാക്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ, പോസ്ചർ, ഗസ്റ്റേഴ്സ്, അപ്രോപ്രിയേറ്റ് ഫിസിക്കൽ ഡിസ്റ്റൻസ് ഒക്കെ അപ്രോച്ചബിൾ ആണ്, സപ്പോർട്ടീവ് ആണ്. ഇനി അപ്രോപ്രിയേറ്റ് മോഡ്സ് ഓഫ് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് കുട്ടികളോട് ചോദിക്കുക. അതായത് ഓൺ വൺ ഇൻട്രാക്ഷൻ, അതായത് വെദർ ദേ വുഡ് ലൈക്ക് ടു കോൾ ബൈ ദെയർ നെയിംസ്, പേര് വിളിക്കണം എന്താണെന്നുള്ളത് ചോദിക്കാം. യൂസിങ് നെയിംസ്, അപ്പോൾ കുട്ടികളെ അവരുടെ പേര് തന്നെ വിളിച്ച് ഡിസ്കസ് ചെയ്യുക. ഇൻക്ലൂഷനെയും പേഴ്സണൽ കണക്ഷനൊക്കെ അത് പ്രൊമോട്ട് ചെയ്യും. പിന്നെ കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ കൾച്ചറൽ റെസ്പെക്റ്റ് ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ പേര് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യുക. എലിമിനേറ്റ് ക്ലാസ് റൂം ഇൻസിവിലിറ്റീസ്. ഇപ്പോൾ ഗ്രൗണ്ട് റൂൾസൊക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. അതായത് ഒരു കൾച്ചറൽ എക്സ്ക്ലൂഷൻ, ആരെയും എക്സ്ക്ലൂഡ് ചെയ്യാതിരിക്കാനും ഇൻസെൻസിറ്റീവായിട്ട് പെരുമാറാതിരിക്കാനും ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഉണ്ടാവാതിരിക്കാനും എങ്ങനെ പെരുമാറണം എന്നുള്ളത് പറയാം. മ്യൂച്വൽ റെസ്പെക്റ്റ് പ്രൊമോട്ട് ചെയ്യുക. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഹൈ എക്സ്പെക്റ്റേഷൻസ് ത്രൂ വെർബൽ ആൻഡ് നോൺ വെർബൽ ബിഹേവിയർ ആൻഡ് എവറി വൺ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി. സ്റ്റുഡൻറ്റ് കോഡ് ഓഫ് കണ്ടക്ട്. സ്റ്റുഡൻസ് കൊളാബറേറ്റ്ലി എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതും ഫോളോ ചെയ്യേണ്ടതായ ഒരു കോഡ് ഓഫ് കണ്ടക്ട് എങ്ങനെ പെരുമാറണം എന്നുള്ള ഇതൊക്കെ നോക്കാം. പിന്നെ ഡിസ്ക്രിമിനേറ്റീവ് ബിഹേവിയർ എന്തെങ്കിലും ഉണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള പ്രിജുഡിസ്ഡോ ബയസ്ഡ് റേസിസ്റ്റ് സെക്സിസ്റ്റ് അല്ലെങ്കിൽ കൾച്ചറലി ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടെങ്കിൽ അങ്ങനത്തുള്ള പ്രവർത്തികളൊന്നും തന്നെ ടോളറേറ്റ് ചെയ്യില്ല എന്നുള്ളതാക്കുക. ഫെയർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഫേവറേറ്റീസോ നെഗ്ലക്റ്റോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. സ്റ്റീരിയോ ടൈപ്സ് അവോയ്ഡ് ചെയ്യുക. എവിഡൻസ് ബേസ്ഡ്, ഒരു കൾച്ചറൽ അല്ലെങ്കിൽ മൈനോറിറ്റി റിലേറ്റഡ് കണ്ടന്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് റിസർച്ച് ചെയ്തിരിക്കണം, അത് ക്രെഡിബിൾ സോഴ്സസിൽ നിന്നാവണം. എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഡൈവേഴ്സ് എവിഡൻസും പെർസ്പെക്റ്റീവ്സും കൊടുത്ത് ആർഗ്യുമെൻറ്റ്സും ക്രിട്ടിക്കൽ വ്യൂ പോയിൻറ്റ്സും ഒക്കെ ബിൽഡ് ചെയ്യുക. എൻകറേജ് ഓപ്പൺ ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം ഡിസ്കഷൻ. എപ്പോഴും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ആൻഡ് വ്യൂ പോയിൻറ്റ്സ് കിട്ടണം. സിംഗ്ലിംഗ് ഔട്ട് സ്റ്റുഡൻസ്. ഏതെങ്കിലും ഒരു കുട്ടിയോട് മാത്രമായിട്ടല്ല, എസ്പെഷ്യലി സെൻസിറ്റീവ് ആയിട്ടുള്ള കൾച്ചറൽ ടോപ്പിക് വരുമ്പോൾ ഒരു ഹോൾ ഗ്രൂപ്പിനെ അവർ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ടേൺ ടേക്കിംഗ് കൊടുക്കുക. എല്ലാ കുട്ടികൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. പിന്നെ അഡാപ്റ്റ് ലേണിംഗ് പ്രിഫറൻസസ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് പ്രിഫർ ചെയ്യുന്ന ലേണിംഗ് സ്റ്റൈൽസ് ഏതാണ് അതനുസരിച്ച് ടീച്ചിങ് മെത്തേഡ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. റിഫ്ലക്റ്റീവ് ആക്ടിവിറ്റീസ്, സെൽഫ് റിഫ്ലക്റ്റീവ് എസ്സേസ് ഒക്കെ എൻകറേജ് ചെയ്യുക. ലേണിംഗ് സ്റ്റൈൽ അസസ്മെൻറ്റ്സ് കൊടുക്കുക. ഓൺലൈൻ ഡിസ്കഷൻസ് ഒക്കെ കൊടുക്കുക. അടുത്ത ടോപ്പിക്കാണ് ജെൻഡർ ഇൻക്ലൂഷൻ. ഇപ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബയോളജിക്കൽ ഡിഫറൻസ് അല്ല, സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോൾസ്, ബിഹേവിയേഴ്സ് ആൻഡ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഷേപ്ഡ് ബൈ സൊസൈറ്റിയാണ്. ജെൻഡർ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിഫറൻസിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല. സോഷ്യൽ സ്ട്രക്ചേഴ്സ്, എക്സ്പെക്റ്റേഷൻസ്, ലേൺഡ് ബിഹേവിയേഴ്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഏർലി ജെൻഡർ സോഷ്യലൈസേഷൻ. ഇപ്പോൾ കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ സൊസൈറ്റി എങ്ങനെയാണ് ജെൻഡറിനെ കാണുന്നത്, അവരുടെ ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഫോം ചെയ്യും. ഇപ്പോൾ ജെൻഡർ റോൾസും സ്റ്റീരിയോ ടൈപ്സും ഫാമിലി, സ്കൂൾ, പിയർ ഗ്രൂപ്പ്സ്, മീഡിയ ഇൻഫ്ലുവൻസസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ലേണിംഗ് എൻവയോൺമെൻറ്റ്, ഫീമെയിൽ ഓറിയൻറ്റഡ് ലേണിംഗ്. ഇപ്പോൾ സ്കൂൾ സിസ്റ്റംസ് പലപ്പോഴും ലെഫ്റ്റ് ബ്രെയിൻ സ്കിൽസിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് അത് പെൺകുട്ടികളിലാണ് കൂടുതലായിട്ട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാറ് അതർ ദാൻ ബോയ്സ്. അപ്പോൾ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് സ്കൂളുകളിൽ നിന്നാണ് പറയുന്നത്. ഏർലി എക്സ്പെക്റ്റേഷൻസ് ഗ്യാപ്പ്. അപ്പോൾ ഏർലി ഗ്രേഡ്സ് തന്നെ ബോയ്സ് ആർ എക്സ്പെക്റ്റഡ് ടു മീറ്റ് സ്റ്റാൻഡേർഡ്സ്.
സിറ്റിംഗ് സ്റ്റിൽ, അനങ്ങാതിരിക്കുക, നീറ്റ് റൈറ്റിംഗ്, ഗ്രൂപ്പ് വർക്ക്, അതെല്ലാം കുറച്ചും കൂടെ എന്താണ് ഗേൾസിൻ്റെ ഡെവലപ്മെൻറ്റൽ പേസുമായിട്ട് പോകുന്ന ഒന്നാണ്. പെർസിസ്റ്റൻസ് ഓഫ് ജെൻഡർ ഇഷ്യൂസ്, ഇപ്പോൾ ജെൻഡർ ഡിഫറൻസസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് റൂം എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്നുണ്ട് ബിയോണ്ട് ഫാക്ടേഴ്സ് ലൈക്ക് ക്ലാസ് സൈസ്, ഏജ് ഓർ ജെൻഡർ റേഷ്യോ. നീഡ് ഫോർ ഇൻക്ലൂസീവ് ടീച്ചിങ് അപ്രോച്ച്, ഇപ്പോൾ ടീച്ചർ മൾട്ടിപ്പിൾ ആൻഡ് വേരിയഡ് ടീച്ചിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം ടു അഡ്രസ് ഡൈവേഴ്സ് ജെൻഡർ റിലേറ്റഡ് ലേണിംഗ് നീഡ്സ് എഫക്റ്റീവ്ലി. റോൾ ഓഫ് സോഷ്യലൈസേഷൻ, ഇപ്പോൾ എബിലിറ്റീസ് ഓഫ് ഗേൾസ് പലപ്പോഴും സോഷ്യൽ എക്സ്പെക്റ്റേഷൻസും റീഎൻഫോഴ്സ്മെൻറ്റിലൂടെയൊക്കെ ഷേപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം നീറ്റ്നെസ് വേണം, നീറ്റായിട്ടിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം റാദർ ദാൻ നാച്ചുറൽ ആപ്റ്റിറ്റ്യൂഡ്. ഇപ്പോൾ ടീച്ചറുടെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ഇൻക്ലൂഷൻ ലാർജ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ടീച്ചറുടെ ഡിസിഷനാണ് ഇൻ പ്ലാനിങ്, ടീച്ചിങ് മെത്തേഡ്സ്, കണ്ടന്റ് ഡെലിവറി, ബിഹേവിയറൽ മാനേജ്മെൻറ്റ് ആൻഡ് റിഫ്ലക്ഷൻ. അടുത്ത ലേണിംഗ് സ്റ്റൈൽ. ഇപ്പോൾ ലേണിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ വേ ഓഫ് റിസീവിങ്, പ്രോസസ്സിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു ഇൻഫർമേഷൻ ഇൻ ലേണിംഗ് സിറ്റുവേഷൻ. ഇപ്പോൾ പഠിക്കാനുള്ള ഒരു അവസരത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ ഒരു മെറ്റീരിയലിനെ ഒരു വിദ്യാർത്ഥി എങ്ങനെ റിസീവ് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനാണ് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരു രീതിയാണ് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കോൾബ്സിൻ്റെ ലേണിംഗ് സ്റ്റൈൽസിൽ പറയുന്നു പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഇതിലുള്ള 4 മേജർ ടൈപ്സ്: അക്കോമഡേറ്റർ, കൺവേജർ, ഡൈവേർജർ ആൻഡ് അസിമുലേറ്റർ. അപ്പോൾ എങ്ങനെയാണ് ആളുകൾ പെർസീവ് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്. വുമൻസ് വേസ് ഓഫ് ലേണിംഗ്. ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് റാഷണൽ ആയിട്ടുള്ള, ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള, ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ആയിട്ടിരിക്കാം, ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഓഫ് തിങ്കിങ്. ഇപ്പോൾ ജെൻഡർ ആൻഡ് ലേണിംഗ് പ്രിഫറൻസസ്. ഇപ്പോൾ റിസർച്ച് പറയുന്നത് ഡിഫറൻസ് ഉണ്ട് ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ്, എങ്ങനെയാണ് അവർ ലേൺ ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഫിക്സഡ് ലിങ്ക്സ് ഉണ്ടെങ്കിലും ദാറ്റ്സ് നോട്ട് സ്ട്രോങ്ലി പ്രൂവൺ. ഇനി ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ നോംസ്. ഇപ്പോൾ ലേണിംഗ് പ്രിഫറൻസസ്, ഇപ്പോൾ ഗേൾസിന് ഗ്രൂപ്പ് വർക്ക് പ്രിഫർ ചെയ്യാം. അപ്പോൾ ഒരു സോഷ്യൽ കണ്ടീഷനിങ് എന്നാണ് അത് വരുന്നതെന്നാണ് പറയുന്നത്. ടീച്ചറുടെ റോൾ എന്താണ്, ലേണിംഗ് അപ്രോച്ചസ് ഒക്കെ ബ്രോഡൻ ചെയ്യണം റാദർ ദാൻ റെസ്ട്രിക്റ്റ് ദം ബേസ്ഡ് ഓൺ അസ്യൂംഡ് ജെൻഡർ ഡിഫറൻസസ്. ഇനി കൊഗ്നിറ്റീവ് ഡിഫറൻസസ് ആൻഡ് ജെൻഡർ ലേണിംഗ്. കൊഗ്നിറ്റീവ് സയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ ജെൻഡർ ഡിഫറൻസസിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ ഡിഫറൻസസ് ഇൻ കൊഗ്നിറ്റീവ് പ്രോസസ് ആണ് ടീച്ചേഴ്സിനെ ബോയ്സും ഗേൾസും സ്ട്രഗിൾ ചെയ്യുകയാണോ അതോ എക്സൽ ചെയ്യുകയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുന്നത്. ഇപ്പോൾ കൊഗ്നിറ്റീവ് ഡിഫറൻസസ് കൺസിഡർ ചെയ്യുമ്പോൾ ടീച്ചേഴ്സിന് ബെറ്റർ ടീച്ചിങ് മെത്തേഡ്സൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ബ്രെയിൻ സ്ട്രക്ചർ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫീമെയിൽ ബ്രെയിൻ കുറച്ചും കൂടെ ബെറ്റർ കോർഡിനേഷൻ ഉണ്ട് ബിറ്റ്വീൻ ബോത്ത് ഹെമിസ്ഫിയേഴ്സ്. അപ്പോൾ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രോസസ്സിങ് സ്റ്റൈലും ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഫീമെയിൽസ് ആണെങ്കിൽ ദേ യൂസ് ബോത്ത് ബ്രെയിൻ ഹെമിസ്ഫിയേഴ്സ്, പക്ഷേ മെയിൽസ് റിലേ ചെയ്യുന്നത് മോർ ഓൺ വണ്ണിലാണ്. അപ്പോൾ അവരുടെ സ്പീഡിലും വേരിയേഷനിലും അക്യുറസി ഓഫ് ലേണിങ്ങിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്. ബോയ്സ് കുറച്ചും കൂടെ ഡിഡക്റ്റീവ് റീസണിങ് ആണ് പ്രിഫർ ചെയ്യുന്നത് ആൻഡ് ഗേൾസ് ഇൻഡക്റ്റീവ് തിങ്കിങ്. അബ്സ്ട്രാക്ട് വേഴ്സസ് കോൺക്രീറ്റ് തിങ്കിങ്. ബോയ്സിന് കുറച്ചും കൂടെ അബ്സ്ട്രാക്ട് റീസണിങ് ആണുള്ളത്, ഗേൾസിന് കുറച്ചും കൂടെ കോൺക്രീറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് അനാലിസിസ് ആണുള്ളത്. ലാംഗ്വേജ് യൂസ് നോക്കുകയാണെങ്കിൽ ഗേൾസ് ജനറലി റീഡിങ്, റൈറ്റിംഗ്, വെർബൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ ബെറ്റർ ആയിരിക്കും റാദർ ദാൻ ബോയ്സ്. ലോജിക് ആൻഡ് എവിഡൻസ് അപ്രോച്ചിൽ ഗേൾസ് ആണ് കുറച്ചും കൂടി ബെറ്റർ ലിസണേഴ്സ് ആൻഡ് കോൺഫിഡൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ, പക്ഷേ ബോയ്സ് ഓഫൻ സീക്ക് മോർ എവിഡൻസ് ടു സപ്പോർട്ട് ആർഗ്യുമെൻറ്റ്സ്. യൂസ് ഓഫ് സിംബലിസം. ബോയ്സിന് കുറച്ചും കൂടെ വിഷ്വൽ ലേണിംഗ് ടൂൾസ് ആണ് ഇഷ്ടം, ലൈക്ക് ഡയഗ്രാംസ്, ഗ്രാഫ്സ് ആൻഡ് പിക്ചേഴ്സ്. ജെൻഡർ ഇൻ സ്കൂൾ പ്രാക്ടീസ്. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് നമുക്ക് യൂണിഫോമിൽ കാണാം, സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ലൈനിങ്, ഗ്രൂപ്പിംഗ്, ക്ലാസ് റൂം ഓർഗനൈസേഷൻ എല്ലാത്തിലും കാണാം. ജെൻഡർ, സബ്ജക്ട് സെലക്ഷൻ, പാർട്ടിസിപ്പേഷൻ പാറ്റേൺസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റോൾസ് എമിംഗ് സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. കരിക്കുലത്തിലും ഹിഡൻ ആയിട്ടുള്ള ഒന്ന് ഉണ്ട് ജെൻഡറിൻ്റെ റോളും എക്സ്പെക്റ്റേഷൻസും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ്. ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച് ആയിരിക്കണം. മാക്സിമം ചൈൽഡിൻ്റെ പാർട്ടിസിപ്പേഷനും ലേണിങ്ങിനും ആയിരിക്കണം ഫോക്കസ് ചെയ്യുന്നത് റാദർ ദാൻ ദി അക്കാദമിക് കണ്ടന്റ്. സേഫ് ആൻഡ് വെൽക്കമിങ് ആയിരിക്കണം. ഒരു സെക്യൂർ സ്പേസ് ആയിരിക്കണം. ലേണിംഗ് കമ്മ്യൂണിറ്റി, കൊളാബറേഷൻ വേണം ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം. എല്ലാ ക്ലാസ് റൂം ആക്ടിവിറ്റീസിലും കുട്ടികളുടെ ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് വേണം. ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് വേണം. അക്കാദമിക് സ്കിൽസും വേണം. ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡും വേണം. ടീച്ചർ ഡെവലപ്മെൻറ്റ് വേണം. ടീച്ചർ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം ടീച്ചിങ് മെത്തേഡ് ഫോർ ബെറ്റർ ഇൻക്ലൂഷൻ. എൻജോയബിൾ ലേണിംഗ് ആയിരിക്കണം. ലേണിംഗ് കൂടുതൽ എൻഗേജിങ് ആൻഡ് മീനിങ്ഫുൾ ആയിരിക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ 16, ബിൽഡിംഗ് ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം, embracing diversity, fostering equity and addressing curriculum bias. So dealing with the diversity in the classroom. എന്താണ് ഡൈവേഴ്സിറ്റി എന്നുള്ള ക്വസ്റ്റനൊക്കെ ചോദിക്കും. ഇപ്പോൾ ഇൻക്രീസിങ് ഡൈവേഴ്സിറ്റി എമംഗ് ലേണേഴ്സ് ഹാസ് മേഡ്, അതായത് കുട്ടികൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയിൽ കൂടിയിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾസ് എന്ന് പറയുന്നത് കൂടുതൽ ഇൻക്ലൂസീവ് ആയി വേണ്ടി വരും. ഇപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് ടാലൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നായിരിക്കും. ഇപ്പോൾ ഡൈവേഴ്സിറ്റി നമ്മൾ കൺസ്ട്രക്റ്റീവ്ലി യൂസ് ചെയ്യണം,
ഡെമോക്രൈറ്റൈസ് ചെയ്യണം ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിനെ. എങ്കിൽ മാത്രമേ നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് കിട്ടുള്ളൂ. ഇപ്പോൾ ക്ലാസ് റൂംസിൽ ഇൻ്റലക്ച്വൽ, ഫിസിക്കൽ, ഇമോഷണൽ എക്സെപ്ഷനാലിറ്റീസ് ഉള്ള കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ educating children with disabilities in settings as similar as possible to those without disability. അപ്പോൾ ഡിസബിലിറ്റി ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ സ്റ്റുഡൻസ് മുമ്പ് സ്പെഷ്യൽ നീഡ്സിനുള്ളവരൊന്നും മെയിൻ സ്ട്രീം ചെയ്തിരുന്നില്ല ഫോർ ലിമിറ്റഡ് സബ്ജക്ട്സ്. മെയിൻ സ്ട്രീം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞാൽ റെഗുലർ സ്കൂളിൽ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഇതിലിപ്പോൾ നോർമൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് കറക്റ്റ്, പക്ഷേ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. സോ നോർമൽ സ്റ്റുഡൻറ്റിന് കൊടുക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ തന്നെ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റിക്കും കൊടുക്കുക. അപ്പോൾ മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഫുൾ ഇൻക്ലൂഷൻ ആണ്. മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല, പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, ഫുൾ ഇൻക്ലൂഷൻ എന്നുള്ളതായി. ഇപ്പോൾ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെയും ഫുൾ ടൈം റെഗുലർ ക്ലാസ്സസിൽ വിത്ത് സപ്പോർട്ട് ഫ്രം സ്പെഷ്യലിസ്റ്റോട് കൂടിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് എല്ലാവരും ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് എ റിയൽ ലൈഫ് മോഡൽ ഓഫ് സൊസൈറ്റി. ഇപ്പോൾ ടീച്ചറുടെ എക്സ്പെക്ടേഷൻ എന്താണ്? ടീച്ചർ പ്ലാനിങ് കറക്റ്റ് ആയിരിക്കണം, കെയർഫുൾ ആയിരിക്കണം. ഓൾ സ്റ്റുഡൻറ്റ് ഷുഡ് പാർട്ടിസിപ്പേറ്റ്. ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പേഴ്സണലി റിലവൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പലരെയും അത് എക്സ്ക്ലൂഡ് ചെയ്യാം. അക്കാദമിക് എക്സ്പീരിയൻസസും പാരൻ്റൽ പെർസെപ്ഷൻസും ഒക്കെ സ്റ്റുഡൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പോൾ എഫക്റ്റീവ് ടീച്ചേഴ്സ് ആണ് സ്റ്റുഡൻസിൻ്റെ നോളജ്, കോൺഫിഡൻസ് ആൻഡ് ലൈഫ് സ്കിൽസ് കൊടുക്കുന്നത്. ടീച്ചറിൻ്റെ ടീച്ചേഴ്സ് എക്സ്പെക്റ്റേഷൻസും സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാം. അപ്പോൾ എഫക്റ്റീവ് ടീച്ചേഴ്സ് ഹൈ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് അല്ല വയ്ക്കേണ്ടത്, റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ആണ് ഫോർ ദംസെൽസ് ആൻഡ് ഓൾ സ്റ്റുഡൻസ്. അവരുടെ എബിലിറ്റിയിൽ ദേ ഷുഡ് ബിലീവ് ദേ ക്യാൻ ക്രിയേറ്റ് എ കെയറിങ് ക്ലാസ് റൂം ക്ലൈമറ്റ്, എവിടെ എല്ലാ സ്റ്റുഡൻസിനും സക്സീഡ് ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആൻഡ് ഇൻട്രസ്റ്റഡ് ആവണം എന്നുള്ളതിനേക്കാളും കൂടുതൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത്. സ്റ്റുഡൻസിന് കെയറിങ് ആൻഡ് സപ്പോർട്ടീവ് ടീച്ചേഴ്സ് ആണെങ്കിൽ കൂടുതൽ മോട്ടിവേറ്റഡ് ആവും ദാൻ അൺകെയറിങ് ടീച്ചേഴ്സ്. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരുടെ എക്സ്പെക്റ്റേഷൻസ്, ആക്ഷൻസ്, ബിഹേവിയർ ആൻഡ് വേർഡ്സ്. സ്റ്റുഡൻറ്റിൻ്റെ പെർസെപ്ഷൻ ഓഫ് ടീച്ചർ ആറ്റിറ്റ്യൂഡ്സ് ആണ് അവരെ മോട്ടിവേഷനും സെൽഫ് കോൺസെപ്റ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫേവറിറ്റിസം ഒരിക്കലും കാണിക്കരുത് ടുവേർഡ്സ് ഹൈ അച്ചീവേഴ്സ്. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് കുറച്ച് ഇൻട്രാക്ട് ചെയ്യുക, കൂടുതൽ റെസ്പോൺസ് ടൈം കൊടുക്കുക, പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക. ലോ അച്ചീവേഴ്സിനായിരിക്കും പുറകിലെ സീറ്റിൽ കൊണ്ടിരുത്തുക, ഫ്യൂവർ ചാൻസസ് കൊടുക്കുക, വല്ല മോർ ക്രിറ്റിസിസം കൊടുക്കുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. ഈക്വൽ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കണം. സ്റ്റുഡൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റും സെൽഫ് എസ്റ്റീമും ഇമ്പ്രൂവ് ചെയ്യണം വെൻ ടീച്ചേഴ്സ് സെറ്റ് ഹൈ എക്സ്പെക്റ്റേഷൻസ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കണം. അസൈൻമെൻറ്റ്സ്, പ്രസൻറ്റേഷൻ, ഡിസ്കഷൻ, ഗ്രേഡ് ഇതിലൊക്കെ ഇത് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ മാത്രമാണ് അവർക്ക് മോട്ടിവേറ്റഡ് ആവുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സെറ്റിംഗ് എക്സ്പെക്റ്റേഷൻസ് ഒരുപാട് ലോ ആവരുത്, ഒരുപാട് ഹൈ ആവരുത്. ഇപ്പോൾ ലോ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളത് ഹാം ചെയ്യും. ഇനി ലോ എക്സ്പെക്റ്റേഷൻസ് ഗിഫ്റ്റഡ്, ഹൈ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ അത് ഹാം ചെയ്യും. ലോ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻറ്റിൻ്റെ ഗ്രോത്തിനെ അത് ലിമിറ്റ് ചെയ്യും. സ്റ്റുഡൻസ് അവരുടെ അച്ചീവ്മെൻറ്റ് പോസിബിൾ ആണെന്ന് ബിലീവ് ചെയ്യണം, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, അച്ചീവബിൾ ഗോൾസ് കൊടുക്കണം, ലോങ് ടേം ഇംപ്രൂവ്മെൻറ്റ് എൻകറേജ് ചെയ്യണം. ഗ്രേഡ്സ് മാത്രമല്ല, അവരുടെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്യുക, സ്വയം ക്രിട്ടിസൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, വീക്ക്നെസ് കറക്റ്റ് ചെയ്യുക. ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം. കൾച്ചർ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, സ്പെഷ്യൽ നീഡ്സ് ഒന്നും നോക്കരുത്. കുട്ടിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഒരു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. പോസിറ്റീവ് ഇതായിരിക്കണം. സ്റ്റുഡൻസ് അറ്റ് റിസ്ക്. ഇപ്പോൾ ചിൽഡ്രൻ അറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഒരു ഹൈലി ഡൈവേഴ്സ് ഗ്രൂപ്പാണ്. ഇപ്പോൾ മെനി പ്രൊഫഷണൽസ് ആർ നീഡഡ് ടു ഡെവലപ്പ് പ്രോഗ്രാംസ് ഫോർ ദം. ഇപ്പോൾ ജനറൽ ക്ലാസ് റൂം ടീച്ചേഴ്സിനും ഒരു മേജർ റോൾ പ്ലേ ചെയ്യാം. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻറ്റ് ഷുഡ് സ്പെൻഡ് മച്ച് ടൈം ടുഗെദർ. അപ്പോൾ സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ക്രിട്ടിക്കലാവും. എഫക്റ്റീവ് പ്രോഗ്രാംസ് ഒക്കെ മിത്സും ബാരിയേഴ്സും റിമൂവ് ചെയ്യാനും സക്സസ് പ്രിവെൻറ്റ് ചെയ്യാനും സക്സസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡൈവേഴ്സിറ്റി എൻകറേജ് ചെയ്യുക, വാല്യൂ ചെയ്യുക. ഡൈവേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് റെക്കഗ്നൈസിങ് ദാറ്റ് ഓൾ പീപ്പിൾ ആർ യൂണിക്. ഡിഫറൻസസ് പല രീതിയിലുണ്ടാകും. റീഡിംഗ് ലെവൽ, അത്ലറ്റിക് എബിലിറ്റി, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, പേഴ്സണാലിറ്റി, റിലീജിയസ് ബിലീഫ്സ്. ഇപ്പോൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ക്ലാസ് റൂംസിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോഡേൺ സൊസൈറ്റി അതിനെ അക്സെപ്റ്റ് ചെയ്യണം, പോസിറ്റീവായിട്ട് യൂസ് ചെയ്യണം. ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? വാല്യൂ ചെയ്യണം ഡൈവേഴ്സിറ്റിയെ ആൻഡ് മോഡൽ ദിസ് ആറ്റിറ്റ്യൂഡ് ഫോർ സ്റ്റുഡൻസ്. ഇപ്പോൾ വാല്യൂയിങ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പെക്റ്റിംഗ് ഡിഫറൻസസ് ആർ സംതിങ് പോസിറ്റീവ്. ഇപ്പോൾ ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ ഓഫൻ സോൾവ് പ്രോബ്ലംസ് ബെറ്റർ ബിക്കോസ് അവിടെ ഒരുപാട് സ്കിൽസ് ആൻഡ് വ്യൂ പോയിന്റ്സ് ഉണ്ട്. വാട്ട് ടീച്ചേഴ്സ് ക്യാൻ ഡു ടു എൻകറേജ് ഡൈവേഴ്സിറ്റി? ഒരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് എടുക്കുക, അത് ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യണം. സ്റ്റുഡൻസ് കംഫർട്ടബിളോ അൺകംഫർട്ടബിളോ അൺസേഫോ ഡിസ്റെസ്പെക്റ്റഡോ ഒക്കെ ആണെങ്കിൽ അവരുടെ സക്സസ് കുറയാണ് ചെയ്യുക.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റിയെ വാല്യൂ ചെയ്യുക, എല്ലാവരും വാല്യൂഡ് ആൻഡ് റെസ്പെക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യണം. പ്രാക്ടിക്കൽ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇൻട്രസ്റ്റ്, ലേണിംഗ് സ്റ്റൈലിനെ കുറിച്ച് മനസ്സിലാക്കുക, ഒരു എൻവയോൺമെൻറ്റ് സൂട്ടബിൾ ആക്കുക, എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ടൈം കൊടുക്കുക ടു ലേൺ അബൌട്ട് വൺ അനദർ, അപ്രീഷിയേറ്റ് ചെയ്യുക ദ ഡൈവേഴ്സിറ്റി ദാറ്റ് ദി അതേഴ്സ് ബ്രിങ് ടു ക്ലാസ്, റിമൈൻഡ് ദം ദാറ്റ് ദ ഡിഫറൻസസ് മേക്ക് പീപ്പിൾ യുണീക്ക് ആൻഡ് ലൈഫ് ഇൻട്രസ്റ്റിംഗ്. ഇനി മോർ വേയ്സ് ടീച്ചേഴ്സ് ക്യാൻ പ്രൊമോട്ട് ഡൈവേഴ്സിറ്റി. എല്ലാ കുട്ടികൾക്കും സ്ട്രെങ്ത്തിൻ്റെ വീക്ക്നെസ്സസ് ഉണ്ട്. ഇപ്പോൾ ടീം വർക്കിൻ്റെ സമയത്തല്ല എല്ലാ കുട്ടികളുടെയും സ്ട്രെങ്ത് ഒക്കെ മാക്സിമം മനസ്സിലാക്കാൻ പറ്റുക. ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ആളുകളെ റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് വിളിക്കുക. ബ്രിങ് പീപ്പിൾ ഹു ആർ ഡിഫറെൻറ്റ് ഫ്രം ദ ടീച്ചർ ബട്ട് മേ കണക്ട് വിത്ത് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന് റോൾ മോഡൽസ് വേണം. അപ്പോൾ റോൾ മോഡൽസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഒരിക്കലും ബുള്ളിങ്, ടീസിങ്, പുട്ട് ഡൗൺ ബിഹേവിയർ ഒന്നും കൊടുക്കരുത്. 0 ടോളറൻസ് ആയിരിക്കണം ഡിസ്റെസ്പെക്ട്ഫുൾ, ഹർട്ട്ഫുൾ അല്ലെങ്കിൽ ഇൻടോളറൻറ്റ് ബിഹേവിയറിനോട്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിങ്കിങ് ആൻഡ് ലേണിംഗ്. ഇപ്പോൾ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വേസിൽ ലേൺ ചെയ്യാം, ഡിഫറെൻറ്റ് ലെവൽസിൽ തിങ്ക് ചെയ്യാം. അപ്പോൾ ഡൈവേഴ്സിറ്റി ഇൻ ലേണിംഗ് അവിടെയുണ്ട്. അപ്പോൾ ടീച്ചറിന് പല മെത്തേഡ്സും യൂസ് ചെയ്യാം സോ ദാറ്റ് ഓൾ ചിൽഡ്രൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദ ചിൽഡ്രൻ ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് എബിലിറ്റീസ്. ക്ലാസ് റൂം ലേണിംഗ് ആക്ടിവിറ്റീസ്, മെമ്മറൈസേഷൻ, റിപ്പിറ്റേഷൻ, അനാലിസിസ്, സിന്തസിസ്, പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യും. അപ്പോൾ കുറച്ച് ടെക്നിക്സ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് മെമ്മറൈസേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ടീച്ചർ ഫുൾ റേഞ്ച് ഓഫ് തിങ്കിങ് സ്കിൽസിനെ അഡ്രസ്സ് ചെയ്യണം. ബ്ലോക്സ്, മോഡൽസ്, ഒബ്ജക്ട്സ് ഒക്കെ മാത്തമാറ്റിക്സിന് വേണ്ടി യൂസ് ചെയ്യാം. ഫൈൻ മോട്ടർ സ്കിൽസ്, വിഷ്വൽ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യും. പിന്നെ ഇൻവൈറ്റ് ചെയ്യുക ചിൽഡ്രനെ ടു ടോക്ക് റൈറ്റ് അബൌട്ട് മാത്തമാറ്റിക്കൽ ഐഡിയാസ് ആൻഡ് പ്രോസസ്സസ്. ഇപ്പോൾ വെർബൽ തിങ്കിങ്ങും മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പിക്ചർ വരയ്ക്കുക ഓഫ് സ്റ്റോറീസ് റെഡ് ഇൻ ക്ലാസ്. അപ്പോൾ വിഷ്വൽ തിങ്കിങ്ങുമായിട്ട് വേർഡ്സ് മൂവ്മെൻറ്റ്സും കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗൈഡ് ചെയ്യുക ചിൽഡ്രനെ ഇൻ മേക്കിംഗ് മാപ്സ് ഓഫ് ഏരിയാസ് അറൗണ്ട് ദ സ്കൂൾ. അപ്പോൾ മൂവ്മെൻറ്റ് ഇൻ സ്പേസ് ആൻഡ് വിഷ്വൽ മാത്തമാറ്റിക്കൽ ഐഡിയാസ് വരും. പിന്നെ സർവേ ചെയ്യാനായിട്ട് വിടുക, കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി പ്രോബ്ലം സജസ്റ്റ് കോപ്പറേറ്റീവ് സൊല്യൂഷൻസ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ ലേണിംഗ് ടു റിയൽ ലൈഫ് അപ്ലൈ ചെയ്യാൻ പറ്റും. കമ്മ്യൂണിറ്റി അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാവും. നീഡ് ഫോർ ആൻ അസസബിൾ കരിക്കുലം. ഒരു ഫുള്ളി ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൻ്റെ കരിക്കുലം എങ്ങനെയായിരിക്കണം? അസസബിൾ ടു ഓൾ ചിൽഡ്രൻ ആയിരിക്കണം. അവരുടെ ലൈഫിൽ എന്തെങ്കിലും റെലവൻസ് അതിന് വേണം. കണക്റ്റഡ് വിത്ത് ദെയർ എൻവയോൺമെൻറ്റ് ആയിരിക്കണം. ടീച്ചർ എന്ത് കൺസിഡർ ചെയ്യണം? ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ലേണിംഗ് ഡിലൈസ്, ഫിസിക്കൽ ഡിസബിലിറ്റീസ്, സെൻസറി ഡിസബിലിറ്റീസ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ്. കരിക്കുലം എന്ന് പറയുന്നത് അസസബിൾ ആയിരിക്കണം ഫോർ ദീസ് ചിൽഡ്രൻ ആസ് വെൽ ആസ് ദി അതേഴ്സ്. ഇനി ഒരു ആക്ഷൻ ആക്ടിവിറ്റി, ഒബ്സർവിങ് ഡൈവേഴ്സിറ്റി. ഇപ്പോൾ ഐഡൻറ്റിഫൈ children who show strengths in subjects like mathematics, writing and discussion skills. ഇനി എങ്ങനെയാണ് ഈ സ്ട്രെങ്ത് ക്ലാസ്സിൽ അപ്പിയർ ചെയ്യുന്നതെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാം. ഐഡൻറ്റിഫൈ ചിൽഡ്രൻ വിത്ത് അതർ ടാലൻറ്റ്സ് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു ലേണിംഗ്. അപ്പോൾ ലേണിങ്ങുമായിട്ട് ഇൻഡയറക്ട്ലി റിലേറ്റ് ചെയ്തിട്ടുള്ളതും ഐഡൻറ്റിഫൈ ചെയ്യാം. ലൈക്ക് മോഡൽ മേക്കിംഗ്, സ്പോർട്സ് കോർഡിനേഷൻ, അതർ പ്രാക്ടിക്കൽ എബിലിറ്റീസ്. ഇപ്പോൾ ചില കുട്ടികൾ സ്ട്രോങ് സോഷ്യൽ സ്കിൽസ് കാണിക്കും. ഇപ്പം ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ വെരി ഗുഡ് സോഷ്യൽ സ്കിൽസ് ഉണ്ടാവും. ഫർദർ ഒബ്സർവേഷൻ, റിമൈനിങ് ചിൽഡ്രൻ്റെ സ്പെഷ്യൽ സ്ട്രെങ്ത് റെക്കഗ്നൈസ്ഡ് അല്ലാത്തവരെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുക, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന നോട്ട് ഡൗൺ ചെയ്യുക, എങ്ങനെയാണ് ആ ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നതെന്ന് നോക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എങ്ങനെയാണ് ആ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കി സെക്ഷൻസ് പ്ലാൻ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് അപ്രോച്ച് ആയിരിക്കണം ടു ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളിൽ ഫോക്കസ് ചെയ്യുക. ഒരിക്കലും ടീച്ചർ ഗീവ് അപ്പ് ചെയ്യരുത്. എക്സാമ്പിൾസ് ഓഫ് സപ്പോർട്ട്, ഇപ്പോൾ ഒരു ചൈൽഡ് റീഡിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവാം. അപ്പോൾ ഒരു പിയറിന് വേണമെങ്കിൽ ഒരു ചൈൽഡിന് ഒരു റൈറ്റർ ഹെൽപ്പറായിട്ട് വരാം. വാല്യുബിൾ സ്കിൽസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം, മറ്റു കുട്ടികൾ ഹെൽപ്പ് ചെയ്യണം. ഇനി കരിക്കുലം ലേണിംഗ് മെറ്റീരിയൽസിലുള്ള ബയസ്, പ്രെജുഡിസും ഡിസ്ക്രിമിനേഷനും ഉണ്ടെങ്കിൽ അൺഇൻറ്റൻഷനലി അത് കരിക്കുലത്തിലുണ്ടെങ്കിൽ ലേണിംഗ് മെറ്റീരിയൽസിലുണ്ടെങ്കിൽ അത് ബാധിക്കാം. ഇപ്പോൾ ഗേൾസിനെ, അതുപോലെ തന്നെ ചിൽഡ്രൻ അഫക്റ്റഡ് ബൈ HIV, AIDS, ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ്, ഡിസബിലിറ്റീസ്. ഇപ്പോൾ സ്ട്രീറ്റ് ചിൽഡ്രൻ മേ ബി ഷോൺ ആസ് പിക്ക് പോക്കറ്റ്സ് ഓർ തീവ്സ്. ഇതൊക്കെ ഒരു ബയസിനുള്ള എക്സാമ്പിളാണ്. സ്ട്രീറ്റിലുള്ള കുട്ടികളെ പിക്ക് പോക്കറ്റ്സും തീവ്സും ആയിട്ട് കാണിക്കുക. വർക്കിംഗ് ചിൽഡ്രൻ മേ ബി ഷോൺ ഓൺലി ആസ് പുവർ. ജോലി ചെയ്യുന്ന കുട്ടികളെ പാവപ്പെട്ടവരായി മാത്രം കാണിക്കുക. അവരുടെ റിയൽ സ്ട്രെങ്ത്, സർവൈവൽ സ്കിൽസ്, സോഷ്യൽ സ്കിൽസിനെയൊക്കെ ഇഗ്നോർ ചെയ്യുക. നീഡ് ഫോർ ഇൻക്ലൂസീവ് മെറ്റീരിയൽസ് ആൻഡ് കരിക്കുലം മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളെയും അവരുടെ എബിലിറ്റിനെയും ഇൻക്ലൂഡ് ചെയ്യണം. ഇത് അവരുടെ സെൻസിറ്റിവിറ്റി ടു ചിൽഡ്രൻസ് ഡൈവേഴ്സിറ്റി ആൻഡ് സർക്കംസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കൂടുതൽ റെലവൻ്റ്. അപ്പോൾ ജെൻഡർ ബയസ് ഇൻ മെറ്റീരിയൽസും ഉണ്ടാവാം, അതിനെ അവോയ്ഡ് ചെയ്യുക. ഇക്വിറ്റി ഇൻ കരിക്കുലം ഡിസൈൻ, ടീച്ചിങ് മെറ്റീരിയൽസ് ഇൻക്ലൂസീവ് ആവുന്നത് എല്ലാ കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്യണം. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എബിലിറ്റീസ് കാര്യങ്ങളെല്ലാം വാല്യൂ ചെയ്യണം. സോഷ്യൽ ഡൈവേഴ്സിറ്റി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. റിപ്പീറ്റഡ് പോയിന്റ്സ് ആണ്. ചാപ്റ്റർ 17 ക്രിയേറ്റിംഗ് ഇൻക്ലൂസീവ് ക്ലാസ്. ജെൻഡർ സ്റ്റീരിയോടൈപ്സ്, ഡൈവേഴ്സിറ്റി, ഡിസബിലിറ്റി, HIV, AIDS കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത്
അഫക്റ്റ് ചെയ്യുന്നതാണ്. കൂടുതൽ ജെൻഡറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, മുൻപ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ ജെൻഡർ പഠിച്ചതാണ്, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നല്ല, യു ഓൾറെഡി നോ. ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസേബിലിറ്റി. ഇൻക്ലൂസീവ് ക്ലാസ് റൂം ഡൈവേഴ്സിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യണം, വേരിയസ് എബിലിറ്റീസ് ഉള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം, ടീച്ചർ സ്ട്രാറ്റജീസ് അപ്രോച്ച് ചെയ്യണം ടു പ്രൊമോട്ട് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ടാസ്കൊക്കെ സ്മോളർ മാനേജബിൾ സ്റ്റെപ്സ് വിത്ത് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുക്കണം. റിപ്പീറ്റഡ് പ്രാക്ടീസ്, ഡെയിലി റിവ്യൂ, റെഗുലർ ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കണം. സ്മോൾ യൂണിറ്റ്സിലുള്ള സ്കിൽസ് ഒക്കെ പഠിപ്പിക്കുക ആൻഡ് ഗ്രാജുവലി കമ്പൈൻ ദം. അതായത് സ്മോൾ യൂണിറ്റ്സിൽ ടാസ്കുകൾ പഠിപ്പിക്കുക, അറേഞ്ച് ചെയ്യുക ടാസ്കിന് ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട് വിത്ത് ഹിൻസ് ആൻഡ് സപ്പോർട്ട്. ക്വസ്റ്റ്യനിങ്ങിൽ യൂസ് പ്രോസസ് ആൻഡ് കണ്ടന്റ് ക്വസ്റ്റ്യൻസ് ടു ഇൻവോൾവ് സ്റ്റുഡൻസ് ആൻഡ് അസസ് അണ്ടർസ്റ്റാൻഡിങ്. ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസേബിലിറ്റി എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം? വിഷ്വൽ എയ്ഡ്സ്, പിക്ചേഴ്സ്, ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യാം. സ്മോൾ ഗ്രൂപ്പ്സിൽ നമുക്ക് പഠിപ്പിക്കാം. പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് ആൻഡ് പിയർ ഇൻട്രാക്ഷൻ കൊടുക്കാം. പാരൻസ്, ഹോം നെറ്റ്വർക്ക്, പിയേഴ്സിനെയൊക്കെ ഇതിൽ ലേണിംഗ് സപ്പോർട്ടിന് കൊണ്ടുവരാം. സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസിനെ പെയർ ചെയ്യാം വിത്തൗട്ട് ഡിസബിലിറ്റീസ് ഫോർ മ്യൂച്വൽ സപ്പോർട്ട്. അവയർനെസ് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻവൈറ്റ് ചെയ്യാം ടു ഷെയർ ദെയർ എക്സ്പീരിയൻസസ് ആൻഡ് ബിൽഡ് എംപതി. എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഡിസേബിലിറ്റി എന്ന് പറയുന്ന ഡിസീസ്, ആക്സിഡൻസ് ഓർ ജനറ്റിക്സിൽ നിന്ന് വരുന്നതാണ്. അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദി പേഴ്സൺസിലാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ത്രൂ സ്റ്റോറീസ് ആൻഡ് എക്സാമ്പിൾസ്. എല്ലാ കുട്ടികൾക്കും ലേൺ, ഗ്രോ ആൻഡ് സക്സീഡ് ടുഗദറിനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണം. എംപവറിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആയിരിക്കണം. HIV AIDS ഡിസ്ക്രിമിനേഷൻ. സോ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. ഒരു മേജർ വേൾഡ് വൈഡ് ഹെൽത്ത് ഇഷ്യൂ ആണ്. HIV ബാധിക്കുന്ന ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്, എസ്പെഷ്യലി വുമൺ ആൻഡ് ഗേൾസ്. അപ്പോൾ അവരോടും സീറോ ഡിസ്ക്രിമിനേഷൻ ആയിരിക്കണം. സീറോ ന്യൂ ഇൻഫെക്ഷൻസ് ആൻഡ് സീറോ എയ്ഡ്സ് റിലേറ്റഡ് ഡെത്ത്സ് ആണ് ദ ഗോൾ ഓഫ് അൺഎയ്ഡ്സ് എന്ന് പറയുന്നത്. പിന്നെ പ്രിവെൻഷൻ, ട്രീറ്റ്മെൻറ്റ്, കെയർ, സപ്പോർട്ട് സർവീസസ് ഒക്കെ യൂണിവേഴ്സിറ്റി അവൈലബിൾ ആണ്. ഡിസബിലിറ്റി ആൻഡ് HIV റിസ്ക്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ ഹൈലി വൾണറബിൾ ആണ് ടു HIV ഇൻഫെക്ഷൻ. റീസൺസ് ഫോർ വൾണറബിലിറ്റി എന്തൊക്കെയാണ് വരുന്നത്? സോഷ്യൽ എക്സ്ക്ലൂഷൻ, പവേർട്ടി, ലീഗൽ ബാരിയേഴ്സ്, എക്കണോമിക് ഹാർഡ്ഷിപ്പ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്പർ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് വേൾഡ് വൈഡ് കണ്ടിന്യൂ ടു റൈസ്. പിന്നെ എക്സ്ട്രീം സോഷ്യൽ നെഗ്ലക്റ്റും ഡിസേബിൾഡ് പേഴ്സൺസിനെ HIV റിസ്കിലേക്ക് തള്ളിവിടാം. പിന്നെ ലിമിറ്റഡ് സ്റ്റഡീസ് ആണ് ഇപ്പോൾ HIV ഡിസബിലിറ്റി നമ്മളെ കണക്ഷനെ കുറിച്ച് പഠിക്കുന്നത്. മറ്റ് വൾണറബിൾ ഗ്രൂപ്പ്സ് ആണ് ചിൽഡ്രൻ, യൂത്ത്, പോർ പീപ്പിൾ, പ്രിസണേഴ്സ്, റെഫ്യൂജിയേഴ്സ് ഒക്കെ. മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് ഇതിലുണ്ട്. സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് HIV ആൻഡ് ഡിസബിലിറ്റി. നെഗറ്റീവ് ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഫീലിംഗ്സ് ഒക്കെ ഉണ്ട് HIV-യോടും ഡിസബിലിറ്റിയോടും. അപ്പോൾ സ്റ്റിഗ്മ എന്ന് പറയുന്നത് എല്ലാ കൾച്ചറിലും സൊസൈറ്റിയിലും കാണാം. അപ്പോൾ ഇതിൽ ഇൻറ്റേർണൽ ആയിട്ട് പ്രശ്നങ്ങളാണ് ഷെയിം, സെൽഫ് ബ്ലെയിം, ഫിയർ, ലോ സെൽഫ് എസ്റ്റീം ഒക്കെ വരിക. ഫാമിലിയിൽ നിന്നും കമ്മ്യൂണിറ്റിയിൽ നിന്നും സെപ്പറേറ്റഡ് ആയിരിക്കാം. അവരുടെ ബർത്ത് ആൻഡ് റൈറ്റ്സ് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അവരുടെ വൾണറബിലിറ്റിയും ഡിസ്ക്രിമിനേഷൻ, അബ്യൂസൊക്കെ അവർ കൂടുതലായിട്ട് ഫേസ് ചെയ്യാണ്. റോങ് ബിലീഫ്സും ലാക്ക് ഓഫ് അവയർനെസ്സും ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അവർക്ക് HIV അവയർനെസ്സും സേഫ് സെക്സ് എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. ഹാംഫുൾ ആയിട്ടുള്ള മിത്സ്, പിന്നെ ജോബും മറ്റ് സർവീസസ് ഒന്നും കിട്ടില്ല. കൊയേഴ്സീവ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ, ഫോഴ്സ് ചെയ്ത് ചിലപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യാം, ടെസ്റ്റിംഗ് ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ചെയ്യാം. സോഷ്യൽ ആൻഡ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് വേണം അബൌട്ട് ഡിസബിലിറ്റി ആൻഡ് HIV-യും ഡിസബിലിറ്റിയും ഹ്യൂമൻ റൈറ്റ് കൺസേൺസ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടിനും ഇൻക്ലൂസീവ് റെസ്പോൺസസ് വേണം. ഡിസബിലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സിൽ നിന്ന് റിസൾട്ട് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ കണ്ടീഷൻസ് മാത്രമല്ല, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സും കസ്റ്റംസും റൈറ്റ്സിനെയും പബ്ലിക് ഹെൽത്ത് ഗോൾസിനെയും റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ, ലീഗൽ, പോളിസി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യണം. ട്രഡീഷണൽ HIV റെസ്പോൺസസ് ട്രീറ്റ്മെൻറ്റിലും മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ കോസസിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. മെഡിസിനിൽ നിന്നും ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സിലേക്കും കൂടെ ഫോക്കസ് വരണം. ലോസും പ്രോഗ്രാംസും സർവീസസും ഒക്കെ വേണം ടു സപ്പോർട്ട് ദ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. ഫൗണ്ടേഷൻ ഓഫ് ഇക്വാലിറ്റി ഷെയർഡ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഫെയർ ആൻഡ് ആക്സസിബിൾ ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ആണ്. ഒരുപാട് ഹൈ എക്സ്പെക്റ്റേഷൻസ് വെക്കരുത്, ലോ എക്സ്പെക്റ്റേഷൻസും ആവരുത്. ലോ എക്സ്പെക്റ്റേഷൻസ് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ എഫക്ട് ചെയ്യും. ഹൈ എക്സ്പെക്റ്റേഷൻസ് ഗിഫ്റ്റഡ് പലരുടെയും ഗ്രോത്തിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സ്റ്റുഡൻസിനെ ഈക്വലി ട്രീറ്റ് ചെയ്യുക, കാര്യങ്ങളെല്ലാം നോക്കുക. ഇപ്പോൾ എൻകറേജ് ചെയ്യുക, വാല്യൂ ചെയ്യുക ഡൈവേഴ്സിറ്റിയെ,